ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇഞ്ചി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ വേദനകളൊക്കെ മാറ്റാം എന്നുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായി നമുക്ക് വേണ്ടത് ഇഞ്ചിയും ഇതുപോലെ വിക്സോ അല്ലെങ്കിൽ ടൈഗർ ബാമോ അല്ലെങ്കിൽ അമൃതാഞ്ജൻ ഏതെങ്കിലും ഒരു പെയിൻ ബാമോ ഇത് രണ്ടും കൂടി ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ ഈ ഒരു പെയിൻ കില്ലറായി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇഞ്ചി അതുപോലെ തന്നെ നമ്മുടെ വിക്സും അതുപോലെ അമൃതാഞ്ജനൊക്കെ കൂടി ചേരുന്ന സമയത്ത് നല്ലൊരു പെയിൻ കില്ലറാണ്. നമുക്ക് പുറമേ ഉപയോഗിക്കാവുന്ന നല്ലൊരു പെയിൻ കില്ലറായിട്ട് അതൊരിക്കലും ഇത് കഴിക്കാനല്ല കേട്ടോ ഉപയോഗിക്കേണ്ടത്. ഇത് പുറമേ പുരട്ടാനായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാൻ ഈ ഇഞ്ചി ഇത്രയും വേണ്ട, ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമുക്കത് ഈ ഒരു കഷ്ണം മതി കേട്ടോ നമുക്ക് ഉപയോഗത്തിന്. അപ്പോൾ ഇതിനായി നമുക്കൊന്നെങ്കിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ നമുക്ക് ഒരു പപ്പടക്കോലോ ഏതെങ്കിലും ഒന്നും മതി കേട്ടോ. ജസ്റ്റ് ഇതൊന്ന് ഓട്ടാക്കി എടുക്കാനാണ്. അപ്പോൾ അതാ ഞാൻ പപ്പടക്കോലാണ് എടുത്തത്. അപ്പോൾ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇതിനൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇത് ചൂടാക്കി എടുക്കാനാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ഭാഗമാണ് കേട്ടോ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ ഈ ഗ്യാസ് അടുപ്പിൻ്റെ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് ചൂടാവണം എന്ന് കരുതി ഒരുപാട് കത്തി പോകരുത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അത്യാവശ്യം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് അത്യാവശ്യം ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം അത്യാവശ്യം ചൂടായോ എന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കി ഒന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ ഇപ്പം തന്നെ ഒരു സ്മെല്ല് വരുന്നുണ്ട്, ഏകദേശം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ടൈഗർ ബാം ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ടൈഗർ ബാം എടുത്തിട്ട് ഞാനിതിലൊരല്പം എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഇഞ്ചിയിലൊന്ന് അത്യാവശ്യം തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനിത് ഒരല്പം ഇതിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ വേദനയുള്ള ഭാഗങ്ങളിൽ നമുക്ക് പുരട്ടി കൊടുക്കാം. അതായത് നമുക്ക് കൈകളിലാണോ ഏത് ഭാഗങ്ങളിലാണോ നമുക്ക് വേദനയുള്ളത് ആ ഭാഗത്ത് ജസ്റ്റ് ഇതുപോലെ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൈകളിൽ ഉണ്ടാകുന്ന തരിപ്പ് വേദന ഒക്കെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ തൊണ്ടവേദന ഉള്ളവർക്ക് തൊണ്ടയിൽ ഇതുപോലെ അധികം ചൂട് ആവരുത്. ഈ ഒരു ലെവലിൽ നമുക്ക് തൊണ്ടയിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ വിക്സോ അല്ലെങ്കിൽ അമൃതാഞ്ജനം നിങ്ങൾക്ക് ഏറ്റവും നല്ല പെർഫെക്റ്റ് എന്ന് തോന്നുന്ന ബാം ഏതാണോ അത് തേച്ചതിന് ശേഷം തൊണ്ടയിലോ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല എഫക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ടിപ്പൊക്കെ ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ഇത് ഒഴിവാക്കണം കേട്ടോ. ഇത് ഈ ഭക്ഷണത്തിലൊന്നും ഉൾപ്പെടുത്തരുത്, പ്രത്യേകിച്ച് കുട്ടികളുടെ കൈകളൊന്നും കിട്ടരുത്. അപ്പോൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.